പഴയ ആൾക്കാരൊക്കെ നമുക്കറിയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ മധുരം കൊടുക്കുന്നത് ആരാ? വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ പറ, ആരാ? ജനിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ കൊണ്ടുപോകും. പ്രവാചകൻ വായിക്കകത്ത് കാരയ്ക്ക വെച്ച് ചവച്ചരച്ചിട്ട് അത് കൈകൊണ്ടെടുത്ത് മധുരം കൊടുക്കുമായിരുന്നു. ഇന്നോ നീ അങ്ങനെ കൊടുക്കുവന്നെ? അറിയാം, മധുരം കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കാറുണ്ട്. എങ്ങനെ? സ്വർണം തേനിനകത്ത് മുക്കിയിട്ട് നാക്കി തൊട്ട് കൊടുക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു. വായിക്കകത്ത് വെച്ച് ചവച്ചരച്ചിട്ട് അങ്ങനെ നാവിൽ തൊട്ട് കൊടുക്കും. അൽഹംദുലില്ലാ. ഉമ്മുനീര് നോ അങ്ങനെ ചവച്ചരച്ച് കൊടുക്കാം. വാപ്പ തന്നെ തല്ലും. ഏത് വാപ്പ? കട്ടൻ പിടിയും വലിച്ചു നടക്കണ വാപ്പയാ. മുറുക്കാനും മുറുക്കി നടക്കണ ശമ്പവും തുളസിയെല്ലാം കൂടെ ചുരുട്ടി അവിടെ ഇവിടെയും വെക്കുന്ന വാപ്പ വായിക്കകത്തിട്ട് ചവച്ചരച്ച് കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ ആലോചിക്ക്. പിന്നെന്തിനാ ഈ സ്വർണത്തിനകത്ത് കൊടുക്കണ? എന്താ? അതാ എനിക്കും തിരിയാത്ത. ഞാൻ 3-4 അങ്ങനെ സ്വർണത്തിനകത്ത് വീട് വെക്കുമ്പോൾ കട്ടലടി സ്വർണം വെക്കണല്ലേ, കല്ലിനടി സ്വർണം വെക്കും ഇല്ലേ? അത് പോയി എത്രനെ ഞാൻ ചിന്തിക്കാറുണ്ട്. പഠിച്ചോനെ, എന്തിനാ ആ സ്വർണം കൊണ്ടായി കട്ടക്കടി വെക്കണത്? അതിനകത്ത് എന്തെങ്കിലും കാണുമായിരിക്കും. ഞാൻ പണ്ടൊരു കന്നിമൂലയെ കുറിച്ച് പറഞ്ഞ് ഞാൻ ഇപ്പോഴും ചീത്തവിളി കേട്ടോണ്ടിരിക്കുക. കന്നിമൂല ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. സത്യത്തിൽ പ്രസംഗത്തിനകത്ത് ക്ലിപ്പിറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു കന്നിമൂലയെ കുറിച്ച് പ്രസംഗിച്ചു. ചിലർക്ക് കന്നിമൂല മാത്രമേ ഉള്ളൂ. എന്ത് ചോദിച്ചാലും പറയും കന്നിമൂല ശരിയല്ല, അതുകൊണ്ടാണ്. അങ്ങനല്ല, കന്നിമൂല ഇല്ല എന്നല്ല. പരിശുദ്ധമായ കഅബാലയത്തിന് പോലും കന്നിമൂലയുണ്ട്. അള്ളാന്റെ പരിശുദ്ധമായ കഅബയ്ക്ക് പോലും കന്നിമൂലയുണ്ട്. അപ്പൊ അതിന്റെ കണക്കുകളും മറ്റുള്ള കാര്യങ്ങളും ഉണ്ട്. അല്ലാതെ എന്ത് നോക്കിയാലും കന്നിമൂലയെ പിടിക്കല്ലെന്ന് ഞാൻ പറഞ്ഞു. വീടിന്റെ കന്നിമൂല ശരിയല്ല, അതുകൊണ്ടാ എന്ന് പറയുന്നത്. പണ്ടെന്ന് പറഞ്ഞതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അടുത്തതും കൂടെ വയ്യ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് അതങ്ങനായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെ അവിടെ നിന്ന് മധുരം കൊടുക്കുമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് വീടുന്ന വിയർപ്പ് തുള്ളിയുണ്ടല്ലോ, അത് ശിഫായിരുന്നു. അതൊരു ബറക്കത്തായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതാ ഉസ്താദന്മാരെ കാണുമ്പോ കൊച്ചുകുട്ടികളെ കൊണ്ടുവന്നിട്ട് പറയും, ഉസ്താദ് കുഞ്ഞിന്റെ തലയിലൊന്ന് കൈയൊന്ന് വെച്ച് തലോട് ഉസ്താദ്. തങ്ങന്മാരെ കാണുമ്പോ, സയ്യിദന്മാരെ കാണുമ്പോ, 5 നേരം നിസ്കരിക്കുന്ന പടച്ചറപ്പിനെ പേടിച്ച് ജീവിക്കുന്നവരെ കാണുമ്പോ പൊന്നാര മക്കളെ കൊണ്ടുവന്നടുത്ത് നിർത്തിയിട്ട് പറയുമാ, കൈ കൊണ്ടൊന്ന് തലയിലൊന്ന് തടകുമോ? വെറുതെ അല്ല. അൽ ഉലമാ വറസത്തുൽ അംബിയാ, അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് ആലിമീങ്ങൾ. അല്ലാഹുവിന്റെ റസൂലിന്റെ അനന്തരാവകാശികൾ. അതുകൊണ്ടാണ് അവർക്ക് പോലും ഇത്ര ബഹുമാനമുണ്ടെങ്കിൽ അവരൊന്ന് തലയിൽ കൈവച്ച തലോടുമ്പോ അല്ലാഹുവേ അതിനെ പോലും ബഹുമാനിക്കുന്നവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂലെങ്ങാണമൊന്ന് കൈവച്ച തടകിയാ ശിഫയാ സഹോദരാ. മുത്തുനബിയുടെ വിയർപ്പ് തുള്ളി മതിയായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ വിയർപ്പ് തുള്ളി മതിയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സുഗന്ധമേതെന്നറിയുമോ? അല്ലാഹുവേ, ലോകത്തിലെ ഏറ്റവും വലിയ സുഗന്ധമേതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിലെ വിയർപ്പ് തുള്ളിയാ. എത്രയോ ചരിത്രങ്ങൾ പഠിച്ചവരാണ്. അൻ യസീദ് ഇബ്നു അബീ ഉബൈദില്ലാ റളിയല്ലാഹു തആല അൻഹു ഖാല റഅയ്തു അസറ ലർബതൻ ഫീ സാകി സലമതാ ഫഖുൽതു യാ അബാ മുസ്ലിം മാ ഹാദിഹി ലർബതു ഹദാ മാ അബദന്ന് പറയുന്നു മാ ഹാദിഹി ലർബതു ഖാല ഹാദിഹി ലർബതു അസ്വാബതനി യൗമ ഖൈബറ. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് അറിയണോ സഹോദരാ? യസീദ് ഇബ്നു അബീ ഉബൈദില്ല റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അദ്ദേഹം പറയുന്നു, സലമയുടെ കാലിൽ വെട്ടുകൊള്ളുകയാ. അല്ലാഹുവിന്റെ
അള്ളാന്റെ റസൂലിന്റെ മഹത്വം അറിയണമെങ്കിൽ, ആ കൈയുടെ ശിഫ അറിയണമെങ്കിൽ, ആ കൈയുടെ ബർക്കത്ത് അറിയണമെങ്കിൽ, അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യസീദ് ഇബ്നു അബീ ഉബൈദില്ല റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അബൂ സലമയുടെ ചരിത്രമാണ് പറയുന്നത്. അബൂ സലമയുടെ ചരിത്രമാണ് പറയുന്നത്. അതാ കാലിൽ വെട്ടുകൊണ്ട് അടയാളം കാണുകയാണ്. അബൂ സലമയുടെ കാലില് ഒരു വെട്ടുകൊണ്ട് അടയാളം കാണുകയാണ്. വാളുകൊണ്ട് വെട്ടിയിരിക്കുന്ന അടയാളം കാണുകയാണ്. പടച്ചവന് അവിടുന്ന് ചോദിക്കുകയാ, അല്ലയോ അബൂ മുസ്ലിം, അല്ലയോ അബൂ മുസ്ലിം, എന്താണ് ഈ വെട്ട്? കാലിലൊരു വെട്ട് കാണുന്നല്ലോ, എന്താണ് പടച്ചവന്? അവിടുന്ന് ചോദിക്കുകയാ. ആ സമയത്ത് ആ സ്വഹാബി പറയുകയാ, ഖൈബറിന്റെ യുദ്ധ ദിവസം എനിക്ക് ഏറ്റപ്പെട്ട ഖൈബറിന്റെ രണാങ്കണത്തില് ശത്രുക്കളോട് പോരാടുമ്പോ ആ യുദ്ധക്കളത്തിൽ വെച്ച് ഒരു ശത്രുവന്റെ കാലിൽ വെട്ടിയ പാടാട് അവിടുന്ന് കാണിച്ചു കൊടുക്കുകയാ. എന്നിട്ടോ ജനങ്ങളെ വിളിച്ചു പറയുകയാണ്. എന്നിട്ട് ജനങ്ങളോട് വിളിച്ചു പറയുകയാ, തന്റെ കാലിൽ കണ്ടിരുന്ന വെട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോ, ഇത് ഖൈബറിന്റെ യുദ്ധരണാങ്കണത്തിൽ വെച്ചൊരു ശത്രു എന്നെ വെട്ടിയതാണ്. എന്നിട്ട് മഹാനവറുകൾ അവിടുന്ന് വിളിച്ചു പറയുകയാ. എന്തേ പറഞ്ഞതെന്നറിയുമോ? സലമയ്ക്ക് വെട്ടേറ്റിരിക്കുന്നു. യുദ്ധക്കളത്തിൽ വെട്ടുകൊണ്ട് കിടക്കുന്ന ആ ഒരു രംഗമുണ്ടല്ലോ, അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്, സലമയ്ക്ക് വെട്ടുകൊണ്ടിരിക്കുകയാണ്, സലമയുടെ കാലിന് വെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, അങ്ങനെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. വെട്ടുകൊണ്ട കാലുമായിട്ട് നടക്കാൻ കഴിയാതെ വേച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിലേക്ക് കടന്നു പോവുകയാ. പഠിക്ക് മുസ്ലിമേ, നിന്റെ മുത്തുനബി ആരാ? നമ്മുടെ മുത്തുനബിയുടെ മഹത്വം എന്താ? പടച്ചവനെ, ഖൈബറിന്റെ രണാങ്കണത്തിൽ ശത്രുവിന്റെ വെട്ടുകൊണ്ട് കാലിലൂടെ രക്തമൊലിച്ച് നടക്കാൻ കഴിയാതെ വേച്ചുകൊണ്ട് അതാ സലമ മുത്തുനബിയുടെ ചാരത്തു ചെല്ലുമ്പോ 3 തവണയൊന്ന് ഊതുകയാ. ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ കാരുണ്യത്തിന്റെ പ്രവാചകനുണ്ടല്ലോ, അർസൽനാക ഇല്ലാ റഹ്മതൽ ലിൽ ആലമീൻ. സർവ്വലോകങ്ങൾക്കും അനുഗ്രഹമായിട്ടല്ലാതെ അങ്ങയെ സൃഷ്ടിച്ചിട്ടില്ലെന്ന് പറഞ്ഞ പടച്ച റബ്ബ്, ആ പ്രവാചകനതാ കാല് വെട്ടുകൊണ്ട് രക്തമൊലിപ്പിച്ചുകൊണ്ട് ചാരത്തേക്ക് കടന്നു വന്ന സ്വഹാബിയുടെ കാലില് 3 പ്രാവശ്യം അവിടെ നിന്ന് ഊതുകയാണ്. ആ ശറഫാക്കപ്പെട്ട വാഗുണ്ട് റസൂലുള്ള വന്ന് ഊതുകയാ. അബൂ സലമ പറയുകയാ, ഈ നിമിഷം വരെ എനിക്കൊരു പ്രയാസമുണ്ടായിട്ടില്ല. വിട്ടുകൊണ്ട കാലിലും മരുന്ന് ചെയ്തില്ല, സ്റ്റിച്ചിട്ടില്ല, ബാൻഡേജ് ചുറ്റിയില്ല. അല്ലാഹുവിന്റെ റസൂൽ, എന്റെ മുത്തുനബിയുണ്ടല്ലോ, 3 പ്രാവശ്യം എന്റെ ഈ മുറിഞ്ഞ കാലിലേക്ക് ഒന്ന് ഊതി സഹാബ, എന്റെ കാലിലൊന്ന് ഊതി സഹാബ. ഈ നിമിഷം വരെ ഇതുകൊണ്ട് എനിക്കൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിന്റെ പ്രവാചകനൊന്ന് ഊതിയപ്പോ വെട്ടിമുറിച്ച കാലുണ്ടല്ലോ, അതാ വെട്ടുകൊണ്ട കാലുണ്ടല്ലോ, അവിടുന്ന് ശിഫയാകുകയാ. അവിടുത്തെ പ്രയാസം മാറുകയാ, അവിടുത്തെ ബുദ്ധിമുട്ട് മാറുകയാ, നടക്കാനുള്ള ആരോഗ്യം കിട്ടുകയാ. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെയാ, അത് പ്രവാചകന്റെ ഒരു മുഅ്ജിസത്താ.
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വെട്ടുകൊണ്ട് മുറിഞ്ഞ കാലിലൊന്ന് ഊതിയപ്പോ ആ മുറിവം ഉണങ്ങിപ്പോയി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്. അനസ് ഇബ്നു മാലിക് തങ്ങൾ പറയുകയാ, ബുഖാരിയിലുണ്ട് ഈ ഹദീസ്, ബുഖാരി മുസ്ലിം ഈ 2 ഗ്രന്ഥങ്ങൾ മാത്രമേ ഇന്ന് ചർച്ച ചെയ്യുന്നുള്ളൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന ഹദീസ് ഞാൻ കാണിച്ചു തരാം. ഈ പറഞ്ഞ സംശയം ആരുടെങ്കിലും പോയി പറഞ്ഞാൽ ഇതൊന്നും ചുമ്മാതാന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അവനും വിശ്വസിക്കുന്നുണ്ട് ഈ കിതാബില്, അവനും വിശ്വാസമാ ബുഖാരി. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖൈബർ യുദ്ധത്തിൽ വെട്ടുകൊണ്ട് കാലും മുറിഞ്ഞിട്ട് നടക്കാൻ കഴിയാതെ മുത്തുനബിയുടെ മുന്നിൽ വന്നപ്പോൾ അങ്ങോട്ട് വെള്ളവും മരുന്നൊന്നും തെച്ചില്ല, 3 പ്രാവശ്യവും ഊതി. അതാ ഇന്നൊക്കെ ചരട് കെട്ടുന്നവരൊക്കെ ഊതണേ വെള്ളത്തിലൊക്കെ ഇല്ലേപ്പാ. വെള്ളം ഊതുമ്പോ എത്ര പ്രാവശ്യം ഊതണേ? വെള്ളമൊക്കെ ഊതിത്തരാൻ പറയുമ്പോ എത്ര പ്രാവശ്യം ഊതണേ? 3 പ്രാവശ്യം. തെളിവ് കിട്ടിയോ? തെളിവ് കിട്ടിയോ? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പറസലാത്ത് സ്വല്ലല്ലാഹു ഇടാൻ പറ്റും. ഞാൻ എൻ്റെ ജീവിതത്തിൽ നമ്മൾ നിസ്സാരപ്പെടുത്തരുതൊന്നും, അതെന്താണെങ്കിലും. കാരണം അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ തന്നെയാ. അള്ളാഹു നമുക്ക് അവരുടെ ബറക്കത്ത് കൊണ്ട് രക്ഷ നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മുനീരിന് അവിടെ നിന്ന് മുറിവ് പറ്റിയ കാലിൽ ഒന്ന് ഊതി, 3 പ്രാവശ്യം ഊതിയപ്പോൾ ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് പിന്നെ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല എന്ന് സ്വഹാബി പറയുമ്പോൾ അത് വിശ്വസിക്കണം, നിഷേധിക്കലാവരുത്. ഇതൊക്കെ ചുമ്മാതാണെന്ന് പറയരുത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതായിരുന്നു മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരെണ്ണം കൂടെ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാറ്റുകൊണ്ട് സഹായിക്കുകയാ. എന്തോ പുതിയ കാറ്റ് വരാൻ പോകുന്നു. എന്താ വരുന്നത്? ഓരോ കാറ്റ്, കൊടുങ്കാറ്റ് വരുമ്പോ ഓരോ പേരല്ലേ. മറിയം, എന്താ മറിയമോ? ഇതൊക്കെ മറിയം വന്നു പോയി. പിന്നെ വേറൊന്നും വന്നല്ലോ. എന്താ ഇപ്പൊ പുതിയ ഒരെണ്ണം വരുന്നുണ്ടല്ലോ. ദാവൂദോ? സൗദിയിൽ നിന്നെങ്ങാണ്ട പുതിയൊരു കൊടുങ്കാറ്റ് വരുന്നുണ്ട്. അതിന്റെ പേരെന്തോ പറയുന്നത്. സൗദി പേരിട്ട കാറ്റിനെന്തോ ദാവൂദ്. ഇനിയപ്പോ ദാവൂദ് കൊടുങ്കാറ്റ് ജിഹാദ് ആകാതിരുന്നാ മതിയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ ചിന്തിക്കണം, മാർക്ക് ജിഹാദും എല്ലാ ജിഹാദും വരുന്ന കാലമല്ലേ. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാറ്റുകൊണ്ട് സഹായം നൽകപ്പെട്ടിട്ടുണ്ട്. കാറ്റ് സ്വബാ എന്നാണ് അതിന് പറയുക. സ്വബാ എന്നാണ്. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ നുസിർതു ബിസ്വബാ വഉഹ്ലികത ആദും ബിദ്ദബൂർ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കാറ്റുകൊണ്ട് എനിക്ക് സഹായം നൽകപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജവാദാണല്ലേ, ദാവൂദൊന്നും അല്ല കേട്ടാ പടച്ചവന്. ജവാദ് എന്ന സൗദി അറേബ്യ ഇപ്പം കാറ്റിന് പേരിട്ടിരിക്കുന്നത്. വരാനുള്ളതേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ്. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹ് കാക്കുമാറാകട്ടെ. നമുക്കെന്ത് കാറ്റും മഴയും. വെള്ളത്തിൽ മുങ്ങി മരിച്ച ഷഹീദിൻ്റെ കൂലിയുണ്ട്. വെള്ളത്തിൽ മുങ്ങി മരിച്ച കുറേ വെള്ളം കുടിച്ചതല്ലേ. 2018 കണ്ടല്ലായിരുന്നു വെള്ളപ്പൊക്കം. ഒക്കെ മറന്നുപോയി എല്ലാവരും. അള്ളാഹു കാക്കുമാറാകട്ടെ. വളങ്ങനെ കിട്ടിയ പഠിക്കൂല. ഇതൊക്കെ മറന്നുപോയില്ലേ. ഇതൊക്കെ മറന്നുപോയി. വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ മുസ്ലിം ഉണ്ടോ, ഹൈന്ദവനുണ്ടോ, ക്രിസ്ത്യാനിയുണ്ടോ, ജിഹാദുണ്ടോ, തൊപ്പിയുണ്ടോ, താടി ഒന്നുമില്ല. മനുഷ്യൻ ഉള്ളത് ഉടുത്തങ്ങോട്ട് കിടക്കും, കൊണ്ടു കൊടുക്കുന്ന അങ്ങനെ ഒരു കാലുണ്ടായിരുന്നു. പക്ഷെ പഠിച്ചില്ല നമ്മൾ. ഇതിൽ നിന്നൊന്നും നമ്മൾ പാഠം ഉൾക്കൊണ്ടില്ല. ഇനി എന്തൊക്കെയോ വലുത് വരാനുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എനിക്ക് കാറ്റുകൊണ്ട് സഹായം നൽകപ്പെട്ടിട്ടുണ്ട്. സ്വഭാ എന്നാണ് അതിന്റെ പേര്.
ദബൂർ എന്ന കാറ്റുകൊണ്ടാണ് ആദു സമുദായത്തെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞത്. ഒരു കാറ്റ് മതി തീരാൻ, അതാ മനസ്സിലാക്കണ്ടേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ആദ് സമുദായത്തെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞത് ഒരൊറ്റ കാറ്റ് ഒന്നടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നുമില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കാറ്റുകൊണ്ട് പ്രവാചകനെ സഹായിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹദീസിന്റെ കിതാബുകൾ നിങ്ങൾ തെരഞ്ഞു നോക്ക്. ജവാമിഉൽ കലിം നൽകപ്പെട്ടു മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജവാമിഉൽ കലിം, അനേകം ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ചുരുങ്ങിയ വാക്കുകൾ മാത്രമുള്ള സംസാരത്തിനാണ് ജവാമിയുൽ കലിം എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ വാതോരാതെ വഴുതു പറയത്തൊന്നുമില്ല, അല്പമേ പറയൂ, അതിനകത്ത് എല്ലാം ഉണ്ടാകും. അത് അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു നൽകപ്പെട്ടു എന്ന് നബിയുനാ റസൂലുള്ളാഹി